ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇത് നീ സൂക്ഷിച്ചു വെക്കുക. യാത്രാമധ്യയുള്ള തടസ്സങ്ങൾ നീക്കാനും ശുഭഫലത്തിനും ഒരു പരിധിവരെ ഇത് ഇന്ന് നിന്നെ സഹായിക്കും. ഈ അന്ത്യയാമം കഴിയുന്നതുവരെയെങ്കിലും ഇത് നീ നഷ്ടപ്പെടുത്തരുത്. നിനക്കാവശ്യമുള്ള സഹായം നിനക്കിതിൽ നിന്നും കിട്ടും. അതെന്താണെന്നും ഏതാണെന്നും സാഹചര്യങ്ങളിൽ കൂടി നിനക്ക് മനസ്സിലാവും. ഇപ്പൊ പോയിക്കോളൂ. എത്തേണ്ടിടത്ത് എത്തേണ്ട സമയമായി കഴിഞ്ഞു. നീ അന്വേഷിച്ചിറങ്ങിയത് നിന്നെ കാത്തിരിക്കുന്നുണ്ട് അവിടെ. എല്ലാം നല്ലതിനാവും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഇതിനകത്തുള്ള സെറ്റപ്പുകൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒരു ദിവസം കൊണ്ടൊന്നും ക്യാബിനും സ്റ്റോർ റൂമും റൂട്ടുകളും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബാക്കി നാളെ പകല് പറഞ്ഞുതരാം. ആ ആയിക്കോട്ടെ. ആ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ തേങ്ങാ കച്ചവടം നടത്തി ജീവിച്ചു വരികയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോഡുകൾ കയറ്റി അയച്ച് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന കാലത്താ ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നത്. നീരേറ്റ് കോളനിയില്ലേ. എന്നിട്ട് ചേട്ടൻ പിന്നെ തിരികെ പോയില്ലേ? ഇല്ലെന്നേ. പിന്നെ ഞാൻ പെങ്ങടെ കൂടെ അങ്ങ് കൂടി. അപ്പൊ ചേട്ടന്റെ കുടുംബമൊക്കെ? എന്തോന്ന് കുടുംബം. എന്റെ നല്ല സ്വഭാവത്തിന് പറ്റിയ ഒരു പെണ്ണിനെയല്ല ഞാൻ കെട്ടിയത്. അതുകൊണ്ട് ഞാൻ തന്നെ അവളെ വേണ്ടെന്ന് വെച്ചു. ഒരു മോനുള്ളത് എന്റെ കൂടെയാ. തനിക്കറിയില്ലേ, ഇവിടെ ജോലിയുള്ള ദീപു, അതാ എന്റെ മോൻ. കൃഷ്ണ എന്റെ സഹോദരിയുടെ മോള്. അത് പോട്ടെ. ഇനി ഞാൻ ഗുജറാത്തിൽ പോയ കഥ പറഞ്ഞു തരാം. ഭയങ്കര രസാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കേട്ടാ പോരെ? വേഗം വരണം, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. ഇപ്പൊ വരാം ചേട്ടാ. ശരി ശരി. നല്ല പയ്യൻ. ഇത്ര വേഗം കഴിച്ചിട്ടവൻ വന്നു. ബെഞ്ചമിൻ, ബെഞ്ചമിൻ. അപ്പൊ ബെഞ്ചമിൻ അല്ലേ ഇപ്പൊ വന്നത്? ആ ഫയലുകളൊക്കെ ഇരിക്കുന്ന മുറിയിലാണല്ലോ ശബ്ദം കേട്ടത്. ആ മുറിയിലല്ലേ ഈ ഓഫീസിലെ പ്രധാന ഫയലുകൾ ഇരിക്കുന്നു എന്ന് കേട്ടത്? അപ്പൊ അത് മോഷ്ടിക്കാൻ വന്ന ഏതോ കള്ളനായിരിക്കുമെന്ന കാര്യം ഉറപ്പാ. ബെഞ്ചമിൻ, അല്ലെങ്കിൽ അയാളെ വിളിക്കണ്ട. ഇനി വലിയ വലിയ കള്ളനുമാണെങ്കിലേ ക്രെഡിറ്റ് മൊത്തം അവൻ കൊണ്ടുപോകും. ത്രിവിക്രമ, ഷൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചാൻസായത്. കള്ളനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ രവി സാറിന്റെ ഇന്ന് പണവും കിട്ടും, എന്നെ കൂടുതൽ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ത്രിവിക്രമ, ദൈവമാടാ ഇപ്പൊ ഈ കള്ളനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്താ സാന്ദ്ര മേഡം, എന്തിനാ രാത്രിയിൽ വേഗം വരാൻ പറഞ്ഞത്? ഒരു പ്രശ്നമുണ്ട് രാജാറാം സർ. പ്രശ്നോ?
എന്ത് പ്രശ്നം? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഇവിടെയുള്ളവരൊക്കെ അത് ഒരാളൊഴികെ ബാക്കി എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ആരാ മിസ്സിംഗ്? ശ്രീലക്ഷ്മി? വാട്ട്? ഒറ്റയ്ക്കിറങ്ങി പുറത്തു പോയെന്നോ? എങ്ങനെ? എനിക്കിത് ആരോട് പറയണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതാ രാജാറാം സാറിനെ വിളിച്ചു വരാൻ പറഞ്ഞത്. ഇന്നോവയിലാ പോയിരിക്കുന്നത്. സുരേഷല്ലേ ഡ്രൈവർ? ഡ്രൈവറുടെ ഫോൺ ഓഫാണല്ലോ. ഇപ്പൊ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി അവൻ രക്ഷപ്പെട്ടോ? അപ്പോ ആളിവിടെ തന്നെയുണ്ട്. ഇനിയാണ് എന്റെ ഊഴം. ഈ ഓഫീസിൽ ഇപ്പൊ പകല് പോലെ വെളിച്ചമുണ്ടാവും. വെളിച്ചമുണ്ടെങ്കിൽ അവൻ വേറെ വശം വഴി വല്ലതും രക്ഷപ്പെട്ടാലോ? ശരിയാക്കാം. നേരത്തെ ബെഞ്ചമിൻ പറഞ്ഞത് വെച്ച് ആ വശത്താണ് മെയിൻ സ്വിച്ച് ഇരിക്കുന്നത്. ഹലോ, വാട്ട്? എന്താ രാജാറാം സാർ, എവിടേക്കാ ശ്രീലക്ഷ്മി മാഡം പോയിരിക്കുന്നത്? ഇപ്പൊ വിളിച്ചത് ത്രിവിക്രമനാ. ഓഫീസിൽ കള്ളം കയറിയെന്ന്. വാട്ട്? കള്ളം കയറിയെന്നോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കള്ളനെ എനിക്കറിയാം. സാന്ദ്ര മേഡം വാ. ഇന്ന് എത്ര രാത്രിയായാലും ശ്രീലക്ഷ്മി മേഡത്തെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചിരിക്കണം. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല മേഡം. രവിയോ ഈ വീട്ടിലുള്ളവരോ അറിയുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മി മേഡത്തെ തിരികെ ഇവിടെ എത്തിക്കണം. വാ മേഡം, ഓഫീസിലേക്ക് പോവാം. കമാൺ. ഇത് നീ സൂക്ഷിച്ചു വെക്കുക. യാത്രാമധ്യേയുള്ള തടസ്സങ്ങൾ നീക്കാനും ശുഭഫലത്തിനും ഒരു പരിധിവരെ ഇത് ഇന്ന് നിന്നെ സഹായിക്കും. നിനക്ക് ആവശ്യമുള്ള സഹായം നിനക്കിതിൽ നിന്നും കിട്ടും.